Good morning, Kochen. ഹേയ്, ഹായ് സർ. ഞാൻ റൂപേഷ്. ഓക്കെ ഇതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. ടോണി ഇതിനു മുമ്പ് എന്ത് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞത്? സർ, ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഓ, അപ്പോൾ നല്ല ഒബ്സർവേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാവല്ലോ. ഉറപ്പായിട്ടും. മാഗസീനിൽ ഓരോ എഡിഷനിലും ഓരോ മാറ്റർ ആയിരിക്കും, ആഹാ. ഓരോ തീം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒബ്സർവേഷൻ കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓ, വെരി ഗുഡ്. അറിയാലോ, ലവ് ആണ് നമ്മുടെ തീം. എങ്ങനെ, പ്രണയമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട് ഇപ്പോഴും പ്രണയം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുക ബോയ്സ് ആയിരിക്കും. അതും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രണയം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട്. മല്ലൂസ് ലാബിലെ റാണിയുടെ പ്രോഗ്രാം ഞാൻ സ്ഥിരം കേൾക്കാറുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ ടോണിക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ. ആസ് ആൻ ആങ്കർ, പ്രണയത്തെ ടോണിയുടെ ഭാഷയിലൊന്ന് ബ്രീഫ് ചെയ്യും. പറയട്ടെ സർ. പറഞ്ഞോളൂ. പ്രണയം അതൊരു വ്യക്തിയും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയാണ്, ഒരു വികാരമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അതിൻ്റെ വേദനയും സുഖവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എത്ര രസകരമായ ഒരു അനുഭവമാണ് പ്രണയം. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ വിശിഷ്ടം. എന്താണിത്? അറിയോ? ഓക്കെ സർ, ഐ എം ഓക്കെ. എന്നാ അത്ര ഓക്കെ അല്ലല്ലോ. ഞാൻ കരുതി തനിക്കെന്തോ പറ്റിയെന്ന്. അല്ല സാർ, റാണി സാധാരണ FM പറയാറുള്ള ഡയലോഗ്സാ ഞാൻ പറഞ്ഞത്. അതെനിക്കറിയാം. അതവർക്കില്ലെന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക്, പിന്നെ റാണിയെ ഇമിറ്റേറ്റ് ചെയ്തത് രണ്ടാമത്തെ മിസ്റ്റേക്ക്. ഇവിടെ തനിക്കായിട്ട് ഹാഫ് ആൻ അവർ അല്ലേ 1 hour തരുന്നത് തനിക്കായി മാത്രമാണ്. റാണി പറയുന്നത് ഏറ്റു പറയാനല്ല. ഓക്കെ സാർ, എനിക്ക് മുൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. റാണിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്തതിൻ്റെ ഓർമ്മയിൽ അറിയാണ്ട് വന്നു പോയതാ. ഇറ്റ്സ് ഓക്കെ, പോട്ടെ. സ്വന്തമായി പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ ഒരു കോമഡി ട്രാക്കിലേക്ക് ഒന്ന് കയറി അതൊന്ന് രസകരമായി പ്രസന്റ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഏറ്റു സാർ. സാധാരണ ഞാൻ ഗേൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെയ്യാറുള്ള കാര്യം അത്. ഇതിൽ ഞാനൊരു എക്സ്പേർട്ടാണ്. എക്സ്പേർട്ടാണെന്ന് കരുതി പ്രോഗ്രാമിൻ്റെ ഇടയിൽ പഴയ ഓർമ്മകളും വെച്ച് ചാടി കയറി മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കരുത്. നിനക്കിന്ന് ക്രെഡിറ്റ് കാർഡ്സിന്റെ പിരിവൊന്നുമില്ലേ? ഇല്ല. നിനക്കിന്ന് തെണ്ടലൊന്നുമില്ലേ? എന്താ? അല്ല, ഈ ചാൻസ് ഒക്കെ. കളിയാക്കിക്കോ. ഇങ്ങനെ കളിയാക്കുമ്പോഴല്ലേ രക്ഷപ്പെടാനുള്ള ഒരു വാശിയൊക്കെ ഉണ്ടാവുന്നേ. അയ്യോ, എന്ന് ഞാൻ കളിയാക്കുന്നില്ല. കളിയാക്കിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ ഞാൻ കളിയാക്കിയിട്ട് നീ എങ്ങാനും രക്ഷപ്പെട്ടാലോ? ഒരാളെ രക്ഷപ്പെടുന്ന തീരെ ഇഷ്ടല്ല അല്ലേ? അതേടാ, അസൂയാണ് എനിക്ക്. കൊച്ചിലെ മൂലുണ്ട്, എന്താ ചെയ്യാ? അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തോണ്ട് ഞാനിപ്പോ എന്താ പറയാ? നീ ഒന്നും പറയണ്ട, തീർന്നില്ലേ? രാവിലെ തന്നെ മനുഷ്യന്മാർ ഉപദ്രവിക്കാനാണ്ട് ഇറങ്ങിക്കോളും. മനുഷ്യനോടല്ലാതെ പിന്നെ ആരോടാ പറയാ എന്റെ പാറു? ഈയിടെയായിട്ട് ഈ കുട്ടിക്ക് വിവരമില്ലായ്മ ഇത്തിരി കൂടുതലാ. റോജനത് എന്ത് പറ്റി? എന്ത് പറ്റി റോജ? എന്താ അതൊക്കെ? ഇതൊക്കെ എന്റെ മോൻ അയച്ചതാ. മോനോ? എബിമോൻ. നിനക്കറിയില്ലേ? പേരറിയാം, പക്ഷെ കണ്ടിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് മോൻ പപ്പയ്ക്ക് അയച്ചെടുത്തേ നോക്കട്ടെ. ഒന്നുമില്ല, അവന്റെ ഓരോ കുസൃതികള്. അല്ല എന്താ റോയ്ച്ച, എബിമോൻ എത്ര പ്രായമുണ്ടെന്നാ പറഞ്ഞത്? 6 വയസ്സ്. ഇത് എബിമോൻ എഴുതിയതാണോ? എന്താണ് ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാതെ 6 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ലെറ്റർ എഴുതുന്നത്? എന്താ 6 വയസ്സുള്ള കുട്ടിക്ക് ലെറ്റർ എഴുതാൻ പാടില്ലേ? ഞാൻ 5 വയസ്സുള്ളപ്പോ എന്റെ ആദ്യത്തെ ലെറ്റർ എഴുതി. മലയാളത്തിലാ? അല്ല, ഇംഗ്ലീഷില്. അതേതായാലും നന്നായി. അതെന്താ എത്ര നന്നാവാൻ? അങ്ങനെ ഏതൊരു മണ്ടനും കയറി അങ്ങ് എഴുതാൻ പറ്റിയതല്ല മലയാളേ. ദയവേതൊന്ന് നിർത്തോ. എന്തേ വരാത്തേന്ന് ഓർത്തിരിക്കായിരുന്നു. ഇത് എബിമോൻ എഴുതിയതല്ലേ റോയ്ച്ച?
അല്ല, അവന് വേണ്ടി അവൻ്റെ മമ്മി എഴുതിയതാ. എന്നാ നോക്കാം. ഓക്കെ സർ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ടോണി. ഇത് ലവോളജി ജസ്റ്റ് ഫൺ 98.6. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിനോദ് എന്നാണ്. ആ, വിനോദ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ഫോട്ടോ വെച്ചിന്നാ. ഓക്കെ, പറയൂ. ലവോളജിയിലൂടെ വിനോദിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? എന്റെ ആളിന്റെ പേര് പപ്പിന്നാ. ഓക്കെ. ഞങ്ങള് 2 കൊല്ലമായിട്ട് ലവാ. ഡെയിലി ഞാൻ അവൾക്ക് ട്രീറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. വന്ന് അവളുടെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കേണ്ട ഗതിയായിപ്പോ. വിനോദ്, ട്രീറ്റ് കൊടുക്കുമ്പോ നോക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ സ്ട്രീറ്റിലായി പോകും. അല്ല വിനോദ്, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഈ ക്രമാതീതമായ ട്രീറ്റ് ആണ്. അല്ല, എനിക്കിപ്പോ അവളുടെ മുമ്പിൽ ഒരു വിലയില്ല. ഞാൻ അവളെ പേടിച്ചാ നിൽക്കുന്നത്. എന്നെ എപ്പോഴും ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യും. ഞാൻ എന്താ ചെയ്യേണ്ടത്? വിനോദ്, ഈ പെൺകുട്ടി എന്ത് ചെയ്യാന്നാ പറഞ്ഞേ? BBA സെക്കൻഡ് ഇയർ. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഫിനാൻസിയറും അമ്മ ടീച്ചറും. ഈ കുട്ടിയുടെ വീട് ആലിച്ചൂടാണ്, ശരിയല്ലേ? കറക്റ്റ് ആണ്. എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പപ്പി അറിയോ? ഹലോ ഹലോ വിനോദ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അല്ല, ഇവിടെ നല്ല റേഞ്ച് ഉണ്ട്. ഓക്കെ വിനോദ്, ഏതായാലും ഇങ്ങനെ ഒരു പെൺകുട്ടി വിനോദിനെ പോലെ ഒരു പാവത്തിന് തീരെ ശരിയാവില്ല. അതുകൊണ്ട് പൊന്നുമച്ച വിട്ടേക്ക്, സ്കൂട്ടാവുന്നതാണ് ബുദ്ധി. ഓക്കെ, അപ്പോൾ വിനോദ് ഇടയ്ക്ക് വിളിക്കുക. ബൈ വിനോദ്. അപ്പോൾ നമ്മളെ ഇപ്പോൾ വിളിച്ചത് വിനോദാണ്. വിനോദിനെ പോലെ ലവോളജിയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രണയം ഷെയർ ചെയ്യാം. സോ വിളിക്കേണ്ട നമ്പർ 23202226. അപ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം, തിരിച്ചു വരാം. ഞാൻ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ടോണി ലവോളജിയുമായി. അപ്പോ നിങ്ങൾ തമ്മിൽ വഴക്കല്ലേ? ഛേ, അപ്പോൾ അതല്ല ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സായി. അതിനെന്തിനിപ്പോൾ വഴക്ക്? ചേടാ, ഇത് ഭയങ്കര സംഭവമാട്ടോ. ഡിവോഴ്സ് ആയിട്ടും പരസ്പരം ഫോണിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ശരിയാ. അല്ല, ചേച്ചിയും റോജനും ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതെന്തിനാ നീ കേൾക്കുന്നേ? ശരിയാണല്ലോ, അതെന്തിനാ നീ കേൾക്കുന്നേ? അല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാ. കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അതെന്തിനാ നീ കാണുന്നേ? ഒന്ന് പോടാ പൊട്ട. റോയ്ച്ച, എബിയുടെയും ചേച്ചിയുടെയും ഫോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ കയ്യിലുണ്ടോ? ഇപ്പൊ കയ്യിലില്ല, വീട്ടിലിരിപ്പുണ്ട്. വൈകിട്ട് കാണിച്ചുതരാം. മതി. റോയ്ച്ചൻ എബിമോനെ കാണാൻ തോന്നാറില്ലേ? തോന്നാറുണ്ട്. നമുക്ക് അവരൊന്ന് കാണാൻ പോയല്ലോ റോയ്ച്ച. കാണാം, വരട്ടെ. അതിനി സമയമുണ്ടല്ലോ, നോക്കാം. നോക്കാന്ന് പറഞ്ഞാ പോരെ റോയ്ച്ച, നോക്കണം. അതിനല്ലേ ഇപ്പൊ റോയ്ച്ചൻ പറഞ്ഞത്. റോയ്ച്ചൻ നോക്കാന്നല്ലേ പറഞ്ഞേ, ഞാൻ നോക്കിയേ പറ്റൂന്നാ പറഞ്ഞേ. കർത്താവേ, ഒരു നിമിഷം പോലും സ്വൈര്യം തരില്ലല്ലോ. കുറച്ചേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ 2 പേരും കൂടി ചോദ്യോത്തരവേളയിട്ട്. ഞങ്ങൾക്ക് ഇതിരി സ്വസ്ഥത വേണം. പാറു, നീ ഒന്ന് അപ്പുറത്ത് പോയേ. ഈ പറയുന്ന ആള് പോയാലും സ്വസ്ഥത കിട്ടും. ഈ ഞാനങ്ങ് പോയാലോ? എന്നാലും കിട്ടുമായിരിക്കും അല്ലേ? ഞങ്ങൾക്കല്ല, റോയ്ച്ചന്. നമ്മള് വഴക്കിടാൻ വേണ്ടി പറഞ്ഞതല്ല റോയ്ച്ച. പിന്നെ അല്ല, റോയ്ച്ചൻ ചേച്ചിയുടെ മോന്റെ കാര്യം ഓർത്ത് വിഷമിക്കണമെന്ന് വിചാരിച്ച് മൂഡ് മാറ്റാൻ വേണ്ടി പറഞ്ഞതാ. ഓ, അതിനാണോ മക്കൾ ഇത്ര കഷ്ടപ്പെട്ടത്? അവനെ കാണാത്തോണ്ട് എനിക്ക് വിഷമമുണ്ട്, അത് ശരിയാ. അതവനത്ര ദൂരത്തായതുകൊണ്ടാ. പക്ഷെ അതാലോചിച്ച് ഞാൻ ഡെസ്പായിരിക്കൊന്നുമില്ല. എന്നാ പറ, എബിമോൻ എന്ന് കാണാൻ പറ്റും? ആ, അത് പറ. തൽക്കാലം ഇന്ന് മക്കൾ ഫോട്ടോ കാണും. നേരിട്ട് കാണുന്ന കാര്യം നമുക്ക് പരിഗണിക്കാം. എന്താ? മതി. ഇന്ന് ഫോട്ടോ കണ്ടിട്ട് സൗകര്യം പോലെ നാളെ മറ്റന്നാളോ നേരിട്ട് കണ്ടാ മതി. ആരാ അത്? ഏതാ സാർ? ഈ പപ്പിയെ? എൻ്റെ ഒരു പഴയ ലവറ. താനെന്ത് പണിയോട് കാണിച്ചത്? ആരെങ്കിലും ഓണയറിൽ ഇങ്ങനെ പറയോ? സാർ പരമാവധി ലൈവ് ആക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ലൈവാക്കണ്ട. മാത്രമല്ല, പ്രശ്നങ്ങളുമായി വിളിക്കുന്നവരെ ബ്രേക്കപ്പ് ആക്ക അല്ല നമ്മുടെ പണി. എക്സ്ക്യൂസ് മീ സാർ, പാട്ട് കഴിയാറായി. സാരമില്ല, അടുത്ത പാട്ടിട്ടോളൂ. അതേ ടോണി, വിളിക്കുന്നവരോട് പ്രണയത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ആശ്വാസം നൽകണം. അതുപോലെ അവർ ഷെയർ ചെയ്യുന്ന പ്രോബ്ലംസിന് ഒരു മെസ്സേജ് ആക്കി അത് കേൾക്കുന്നതിനെ ആകർഷിക്കുകയാണ് ലവോളജിയുടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സാർ, ഞാനത് ശ്രദ്ധിച്ചോളാം. ആർ യു ഓക്കെ? ഓക്കെ.
സർ അടുത്ത പാട്ട് കയറ്റിക്കോട്ടെ, എനിക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള കോള. ഓക്കെ, ക്യാരി ഓൺ. താങ്ക്സ്. അനു, എന്താടാ ഇത്? എത്ര നാളായി നിന്റെ ശബ്ദം ഒന്ന് കേട്ടിട്ട്? സോറിടാ, വിളിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഏതായാലും നീ വിളിച്ചല്ലോ. ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല. വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. വൈകുന്നേരം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമോ? ആ കിട്ടും. പിന്നെ വേഗം പറ. വേണ്ട, പിന്നെ സംസാരിക്കാം. ഛേ, എന്താടാ ഇത്? ഒരുമാതിരി പിള്ളേരെ പോലെ. എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്ന് പറയും. ഞാൻ പിന്നെ പറയാം. ആദ്യം നിന്റെ തിരക്കൊക്കെ മാറ്റി ഫ്രീ ആവുമ്പോ എന്നെ ഒന്ന് വിളിക്കും, അപ്പൊ പറയാം. ഓക്കെ? ഓക്കെ. ഹലോ. പിന്നെ എന്താ? ഞാൻ വിളിക്കും കേട്ടോ. ഫോണ് റേഞ്ച് ഔട്ടാക്കിന്ന് വെച്ച് കളയരുത്. ഇല്ലടാ. ശരി, ഓക്കെ, ബൈ. ബൈ ടോണിക്കുട്ടാ. ബൈ. ടോണി, ഓക്കെ സർ. ഓക്കെ, കൂൾ കൂൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലവോളജി. ഞാൻ നിങ്ങളുടെ ടോണി. പറയൂ, ആരാണ് വിളിക്കുന്നത്? ഞാൻ ഗായത്രിയാണ്. ഗായത്രി എവിടെ നിന്നാ? ഞാൻ എവിടെന്നാ വിളിക്കുന്നതെന്ന് പറയുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാവോ? ഗായത്രി കരയുകയാണോ? കണ്ടിന്യൂ. ഗായത്രി എന്താണെങ്കിലും പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. പറയൂ. ജീവിതത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ് ഞാൻ. എന്താണെങ്കിലും പറയൂ ഗായത്രി, എന്താണ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ? എന്താണ് പ്രോബ്ലം? നിഖിൽ എൻ്റെ ലവറാണ്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ ഒത്തിരി കല്യാണാലോചനകൾ വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, എന്നിട്ട് ആ മാരേജ് കഴിഞ്ഞോ? ഇല്ല, കാരണം വന്നില്ല. അതെന്ത് പറ്റി? കുറച്ചു മുൻപാണ് ഞാൻ അറിഞ്ഞത്. ഒരാഴ്ച മുമ്പ് ശരിയാക്കിയ ഒരു ജോലിക്കായി അവൻ ഇന്ന് കാലത്ത് ദുബായിക്ക് പോയെന്ന്. ഞാൻ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. എനിക്ക് ഫ്രണ്ട്സും പാരൻസും ആരുമില്ല. അതുകൊണ്ടാണ് നിഖിലിന് കൂടി ഇഷ്ടമുള്ള ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച് അവസാനമായി ഒരു പാട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്ത് പോകാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലവോളജിയുടെ ഒരു ഫാൻസ് ആണല്ലേ? എന്തായാലും വെരി ഗുഡ്. പിന്നെ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് പറഞ്ഞേ? സൂയിസൈഡ് അല്ലാതെ മറ്റൊരു മാർഗം എനിക്കില്ല ടോണി. ഗായത്രിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഗായത്രി പറഞ്ഞാണ് ശരിയെന്ന് തോന്നാമെങ്കിലും ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. അതുകൊണ്ട് ഗായത്രി അതുകൂടി കേൾക്കാൻ ലൈനിലുണ്ടാണ്. അത് കേട്ടിട്ടും ഗായത്രിയുടെ തീരുമാനം ശരിയെന്നാണ് തോന്നുന്നതെങ്കിൽ ജസ്റ്റ് ഡു വാട്ട് യു വിഷ്. ഓക്കേ? ഗായത്രിയുടെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് പാട്ട് കേട്ട് തിരിച്ചു വരാം. പപ്പ സമ്മതിക്കുന്ന ഞാൻ കരുതിയേയില്ല. ഞാൻ ഓർത്തു പപ്പയോട് അനുവാദം ചോദിക്കാൻ പോയ ആളെന്താ കാണാത്തേന്ന്. ഏതായാലും ഇവിടെ നിൽക്കാൻ പപ്പ സമ്മതിച്ചല്ലോ, നന്നായി. ശരിയാ, ടോണിക്ക് അങ്ങനെ തന്നെ വേണം. പാറു ചേച്ചി, വിനീതും ഒരു നല്ല പയ്യനായിരുന്നു. അവനെ കുറിച്ചൊന്നും പറയണ്ട. അവനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം സാറേനെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ അവളെ പ്രേമിക്കാനെങ്കിലും അവൻ വരും. അവളുടെ വേക്കൻസിയിൽ വന്നവൻ അവളെ കാണാൻ വേണ്ടി ഇവിടെ കേറി എന്ന് പറഞ്ഞ എങ്ങനെ ചിരിക്കാതിരിക്കാം? എന്താ പറയാ, എന്തൊക്കെ ടൈപ്പ് പ്രേമ അല്ലേ? പ്രേമിച്ചിട്ടില്ലാത്തവരും പ്രേമിച്ചുകൊണ്ടിരിക്കാത്തവരുമായിട്ട് ആരുമില്ലല്ലോ ഇവിടെ. അപ്പൊ അവനെ മാത്രം ആരും കുറ്റപ്പെടുത്തണ്ട. അങ്ങനെ പറയരുത്, ഞാൻ പ്രേമിച്ചിട്ടില്ല. എടാ, ഈ മനുഷ്യന്മാർക്കാണ് ഈ പ്രേമം ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ നിനക്ക്? മനുഷ്യന്മാരുടെ കാര്യം ഞാൻ വിചാരിച്ചു ആനന്ദിന്റെ കാര്യം. സുനിലെ, മതി. നീ അധികം ഈ ആനന്ദിനെ മെക്കിട്ട് കയറാതിരിക്കുന്നത് നല്ലത് ട്ടാ. മക്കളെ മതി. ഇനി അതിന്റെ പേരിൽ സംസാരിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടണ്ട. ടോണിയാടോ റോയിച്ച? അത് പറഞ്ഞപ്പോഴാ റോയ് സാറേ വരുന്ന വഴിക്ക് റേഡിയോയില് ടോണി സാറിന്റെ പ്രോഗ്രാം കേട്ടോണ്ടാ വന്നത്. അയ്യോ, പറയും പോലെ ഇന്ന് അവന്റെ ആദ്യത്തെ പ്രോഗ്രാം ആണല്ലോ. മറന്നുപോയി. ആദ്യത്തെ കോള് പൊളിഞ്ഞ്, രണ്ടാമത്തെ കുരിശുമ്പോ കുരിശായിട്ടാ വന്നത്. അതെന്താ, പുത്തൻ കുരിശെന്നാണോ കോള്? ഒന്ന് മിണ്ടാതിരിക്കടാ പ്രേതമേ. ദാനൊന്നും മിണ്ടായിരുന്നേ ചുമ്മാ. അതായത് ചെറുക്കം പറ്റിച്ചൊരു പെണ്ണ് ആത്മഹത്യ ചെയ്യാനിരിക്കുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിലേക്ക് അവസാനമായിട്ടൊന്ന് വിളിക്കണം.
എന്നിട്ട് അവനെന്ത് പറഞ്ഞു? അതിപ്പോ പാട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് ടോണിക്ക് എന്തോ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവള് തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുക. ഓഹോ. സുനിലേ, നീ ആ മൊബൈൽ എടുത്ത് റേഡിയോ ഓൺ ആക്കിയിട്ട് ലൗഡ് സ്പീക്കറിലിട്. ദൈവമേ, ആ കുട്ടി അവിവേകം ഒന്നും കാണിക്കല്ലേ. സോങ് തീരാറായി, ഒരെണ്ണം കൂടെ ഇട്ടാലോ? വേണ്ട, ഇത് രണ്ടാമത്തെ അല്ലേ, എപ്പോഴായാലും ഹോൾഡ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്തല്ലേ പറ്റൂ. ആർ യു കോൺഫിഡൻറ്റ്? യെസ്, കോൺഫിഡൻറ്റ്. ഹലോ ഗായത്രി. ടോണി, ഗായത്രിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത് സ്ഥായിയായിട്ടുണ്ടാകേണ്ടതാ. ഉദാഹരണത്തിന്, നാളെ ലോകം അവസാനിക്കില്ല എന്നുള്ളതും അടുത്ത മൺസൂണിൽ മഴ പെയ്യും എന്നുള്ളതും കടൽ അതിർത്തി ലംഘിച്ച് കടന്നു വരില്ല എന്നുള്ളതും ജീവിതത്തിൽ താഴ്ച സംഭവിച്ച ഈ ഘട്ടത്തിൽ ഉയർച്ച ഉണ്ടാകുന്നുള്ളതൊക്കെ വിശ്വാസങ്ങളാണ്. സർവ്വ സൃഷ്ടിചരാചരങ്ങൾക്കും അവയ്ക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള നിയമം തെറ്റിക്കില്ല എന്നുള്ളത് ഒരു വിശ്വാസമായിരിക്കും. ഇതിൻ്റെ എല്ലാം സൃഷ്ടാവായ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണ്ടേ? എന്നിട്ട് നിഖിലുമായുള്ള എന്റെ ജീവിതം എന്തിനാ ദൈവം വിലക്കിയത്? ദൈവമാണ് വിലക്കിയതെന്ന് ഗായത്രിയോട് ആര് പറഞ്ഞു? ചേരേണ്ടത് മാത്രമേ ചേരാവൂ, അല്ലാത്ത ചേർന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ഗായത്രിക്ക് അറിയാലോ. അപ്പോ ഞങ്ങളുടെ പ്രണയം വെറുതെ ആയിരുന്നല്ലേ? അല്ല, ഒരിക്കലുമല്ല. പ്രണയം ഒരിക്കലും വിഫലമാകുന്നില്ല. നിങ്ങളുടെ പ്രണയം സത്യമുള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്നാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, എനിക്ക് ആ വിശ്വാസമില്ല. ഇല്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരിടത്ത് നിന്ന് യാത്ര തുടങ്ങിയിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയാൽ അവിടെ എത്താൻ കഴിയില്ല എന്നുള്ള സത്യം ഗായത്രി മനസ്സിലാക്കണം. അതുപോലെ പ്രണയം എന്നത് ഒരു അനുഭവമാണ്. അതിങ്ങോട്ടില്ലെങ്കിലും അങ്ങോട്ട്, അതായത് മറ്റൊരാൾക്ക് കൊടുക്കാവുന്ന ഒന്നാണ്. രണ്ടുപേരൊന്നായി ചേരാം, ചേരാതിരിക്കാം. അതിനെടുത്തിയാടാതെ കാത്തിരിക്കുകയാണ് വേണ്ടത്. എന്നാലും നിഖിലില്ലാതെ ഞാൻ എങ്ങനെ? യഥാർത്ഥ സ്നേഹം തോറ്റ ഒരു ചരിത്രമില്ല ഗായത്രി. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മൂടൊന്ന് മാറ്റി സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കും. നമുക്ക് നിഖിലിന് ഒരു 6 മാസം സമയം കൊടുക്കാം. ഇതിനോടകം നിഖിൽ തിരിച്ചു വന്നിരിക്കും. ഇല്ലെങ്കിൽ ഗായത്രി ഇതേ പ്രോഗ്രാമിൽ എന്നോട് വിളിച്ച് ചോദിക്കണം. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കും. ഓക്കെ? പിന്നെ ഗായത്രി ഇടയ്ക്ക് ഓർക്കണം, ഗായത്രി മാത്രമല്ല നിഖിൽ വരാൻ കാത്തിരിക്കുന്നത്. ഇപ്പൊ ഞാനും എൻ്റെ FM-ലെ സുഹൃത്തുക്കളും പിന്നെ ജസ്റ്റ് 198.6 FM-ന്റെ മുഴുവൻ ഫാൻസും ഇപ്പോൾ ഗായത്രിയുടെ കൂടെയുണ്ട്. ഓ, ഒന്ന് ചിരിച്ചല്ലോ. ആ, ഇനി പറ, എന്താ ഗായത്രിയുടെ തീരുമാനം? ഞാൻ കാത്തിരിക്കും എന്റെ നിഖിൽ വരുന്നത് വരെ. ടോണി, അപ്പോ ഗായത്രിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് പിരിയായിരുന്നു. പാട്ട് പറയട്ടെ? പാട്ട് പറയുന്നതിലും എനിക്കിഷ്ടം ഗായത്രി പാട്ട് പാടി കേൾക്കുന്നത്. അയ്യോ, ഞാൻ പാടില്ല. പക്ഷേ ഞാൻ പാടിക്കും. ഒന്ന് പാടും പ്ലീസ്. അയ്യോ, ശരി, 2 വരി കേട്ടോ. ഓക്കെ, പാടും.